ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിങ്ങനെ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അനിയത്തിമാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഒത്തിരി ദൂരേക്കൊന്നും കുട്ടികളും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള നമ്മുടെ തിരൂർ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. തിരൂർ പാർക്കിൽ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അമ്യൂസ്മെന്റ് പാർക്കും പെറ്റ് പാർക്ക് അതുപോലെ തന്നെ മ്യൂസിക് ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല രസമാണ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കയറിയിട്ട് നമ്മളെ ഒരു ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ. അവിടെ കയറി ആദ്യം തന്നെ. അങ്ങനെ ഹൊറർ ഹൗസിനകത്ത് നല്ല രസമായിരുന്നു. നമ്മൾ ഇരുട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കയറി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പേടിയാവുന്ന ശബ്ദമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവമായിരുന്നു കേട്ടോ ഹൊറർ ഹൗസ്. അങ്ങനെ എല്ലാതൊന്നും ഓൺ ചെയ്ത് വെച്ചിട്ടില്ല. കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ കയറുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു ചിലതൊക്കെ ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 2-3 ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് കേട്ടോ. കുട്ടികൾ പേടിക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടോ, നല്ല ഹാപ്പി ആയിരുന്നു, ചിരിയായിരുന്നു കേട്ടോ വാവയൊക്കെ അതിനകത്ത് കയറിയപ്പോൾ. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അത് കഴിഞ്ഞ് കുറേ സംഭവങ്ങൾ അവിടെ കളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ. അതിലൊക്കെ നല്ല രസമായിരുന്നു. ഓരോന്നിനും ഓരോ ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതെല്ലാം കൊടുത്ത് ഓരോന്നിലായിട്ടും കയറി. അങ്ങനെ മ്യൂസും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാത്തിലും കയറി അറിയായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ പാർക്കിൽ. ഒരുപാട് പേര് സമയത്തേക്കും വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ നല്ല രസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ഇത് കണ്ടിരുന്നാൽ കുറേ സമയം പോകും കേട്ടോ. ഓരോന്നിലൊക്കെ കയറുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ, അവർ മുകളിൽ നിന്ന് വീഴുമോ താഴേക്കുന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ധൈര്യമായിട്ട് തന്നെ അവരെല്ലാം കയറി മുകളിൽ നിന്ന് മ്യൂസ് വരെയും അതിൽ നിന്ന് മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇറങ്ങുമെന്ന് പേടിച്ചു. അപ്പോൾ അതൊക്കെ നൈസായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ അമ്മൂസും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു കേട്ടോ മ്യൂസിന്. അങ്ങനെ രണ്ടുപേരും കൂടെ അതിൽ കുറേ കളിച്ചിരുന്നു. ഞങ്ങളും കൂടെ നോക്കിയിരുന്നു. വാവയ്ക്കും കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നു. സമയം പോയിട്ടോ. അങ്ങനെ പിന്നെ ഒരു ബോട്ടിങ് ഉണ്ടായിരുന്നു. അത്ര വലിയ പൂളൊന്നും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൂളായിരുന്നു കേട്ടോ. അതിനകത്ത് ബോട്ടിങ്ങിൽ കയറി. അപ്പോൾ അമ്മൂസിൻ്റെ മടിയിൽ ഇരുത്തി കൊടുത്തപ്പോൾ മ്യൂസും ഹാപ്പിയായി. അങ്ങനെ കുറച്ചു നേരം അവർ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. നല്ല രസമായിട്ടോ. പണ്ടൊക്കെ ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഊഞ്ഞാലുകളും കുറച്ച് പുല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഓരോ ബെഞ്ചുകൾ ഉണ്ടാവും. ഞങ്ങൾ അതിലൊക്കെ വന്നിങ്ങനെ സമയം എന്തെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യങ്ങൾക്കൊക്കെ അവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല നല്ല സൂപ്പർ പാർക്കാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷാട്ടോ. ഞങ്ങൾക്കിപ്പോൾ നമ്മളടുത്ത് തന്നെ ഇത്രയും നല്ലൊരു പാർക്ക് ഉണ്ടല്ലോ എന്ന് നല്ല ഹാപ്പിയായി ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഫ്രീ ആയിട്ട് കുറേ പഴയ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഇതിലൊക്കെ പണ്ട് ഞാനും വാവേനൊക്കെ കൊണ്ടുവന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ വരുത്താറുണ്ടായിരുന്നു. അതിലിപ്പോൾ മ്യൂസും അതിലൊക്കെ കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. അങ്ങനെ ഇനി 7:30 ആകുമ്പോൾ ഒരു മ്യൂസിക് ഫൗണ്ടൈൻ ഉണ്ടായിരുന്നു. അത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഒരു കറക്കുന്ന ഊഞ്ഞാലിലാണെങ്കിൽ വാവയ്ക്ക് കുഴപ്പമില്ലാണ്ടിരിക്കാൻ പറ്റുന്നതിൽ മാത്രം വാവയെ ഇരുത്തി കൊടുത്തു കേട്ടോ. സേഫായിട്ട് വാവ ഇരിക്കാമെന്ന് തോന്നിയതിൽ മാത്രമാണ് ഇരുത്തിയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ലണ്ടൻ ബസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി അമ്മൂസും മ്യൂസും കൂടെ കുറച്ച് ചുറ്റിക്കറങ്ങി വന്നു കേട്ടോ. പാർക്ക് മൊത്തം ചുറ്റി കാണിക്കും കേട്ടോ. അതിൽ നല്ല രസമാണ്. അവർക്ക് അതും ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത്. എന്തോ പ്രോഗ്രാം കഴിഞ്ഞതാണോ ഇനിയുള്ളതാണോ എന്നറിയില്ല. അങ്ങനെ അതിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അമ്മൂസ് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് കയറി കേട്ടോ. അപ്പോൾ പിന്നെ പാട്ട് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഹാപ്പിയായി. വാവയും കൂടെ കുറേ നേരം നിന്ന് ഡാൻസ് ചെയ്തു കേട്ടോ. അമ്മൂസ് ഉണ്ടായപ്പോൾ വാവയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. നല്ല ഹാപ്പിയായി വാവ കുറച്ച് നേരത്തേക്ക്. പിന്നെ എല്ലാവരും നല്ല തിരക്കിലായതുകൊണ്ട് മറ്റുള്ളതിലെല്ലാം അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരും വന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാവയും അമ്മൂസും അതുപോലെ തന്നെ മ്യൂസും കുറച്ച് നേരം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളവിടെ കുറേ സമയം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസ് ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് ഡാൻസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ നോക്കിയിട്ട് എന്തൊക്കെയോ അവളുടെ ഇഷ്ടത്തിന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഊഞ്ഞാലിൽ ഞാനും ഒന്ന് കയറി കേട്ടോ. ആദ്യം കയറാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ കയറിയപ്പോൾ എനിക്ക് അത്ര പേടി തോന്നിയില്ല. എന്നാലും
ഭയങ്കര സ്പീഡിൽ ആടാൻ തുടങ്ങിയപ്പോൾ നല്ല പേടിയാവാൻ തുടങ്ങി കേട്ടോ. പേടിച്ചാണ് ഞാൻ അവിടെ ഇരുന്നത്. എല്ലാവരും കൂക്കലും ബഹളം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പേടി തോന്നും കേട്ടോ. അങ്ങനെ അങ്ങനെ ഇതിലൊന്നും കയറാറൊന്നുമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കയറിയപ്പോൾ എനിക്കും നല്ല സന്തോഷമായി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മ്യൂസിക് ഫൗണ്ടൈൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ മ്യൂസിക് ഫൗണ്ടൈൻ കാണാൻ. അതായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുക. എല്ലാവരും ചുറ്റിനും നോക്കി നിൽക്കായിരുന്നു. എല്ലാ മ്യൂസിക്കിനൊപ്പമുള്ള വാട്ടർ ഡാൻസ് കാണാൻ നല്ല രസമാട്ടോ. അങ്ങനെ അത് കുറേ നേരം ഞങ്ങൾ കണ്ടു നിന്നു. എപ്പോഴും 7:30 കഴിഞ്ഞിട്ടാണ് അവരിത് വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പാർക്ക് പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോവുകയായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.